മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ വയനാട്ടിൽ ആ വിഷയം തന്നെയാണ് ഇന്നും പ്രധാനമായും ഉയരുന്നത്. ഇപ്പോൾ ടി സിദ്ദിഖ് MLA സംസാരിക്കുന്നു. വനം മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം. MLAയുടെ പ്രതികരണം. ജില്ലയുടെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം. ഞങ്ങൾ അദ്ദേഹത്തെ ഇതുവരെ ബഹിഷ്കരിച്ചിട്ടില്ല. എത്ര മീറ്റിംഗ് അദ്ദേഹത്തിന്റെ കൂടെ നടത്തി? ഞങ്ങൾ ഉള്ളിൽ പറഞ്ഞു, നിരവധി മീറ്റിംഗ് നടത്തി, തീരുമാനങ്ങൾ എടുത്തു. സമഗ്ര പദ്ധതി വേണം, പ്രതിരോധ നടപടികൾ ഉണ്ടാവണം, ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കണം, ജനങ്ങൾക്കുള്ളതായ കോമ്പൻസേഷൻ തുക വർദ്ധിപ്പിക്കണം, മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം ഗൗരവതരമാണ്, കോമ്പൻസേഷൻ തുകയുടെ സ്പീഡി ഡിസ്പോസൽ ഉണ്ടാകണം. അങ്ങനെ തുടങ്ങി ആശ്രിതർക്കുള്ളതായിരിക്കുന്ന ജോലിയും കോമ്പൻസേഷനും അവരുടെ കടമെഴുതിത്തള്ളൽ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ വേണ്ടത് ചർച്ചയല്ല, നടപടികളാണ്. ആ നടപടികൾ ഗവൺമെന്റ് തലത്തിലുള്ള നടപടികൾ തീരുമാനിക്കുന്നതിന് പകരം ഉത്തരവാദിത്തത്തോടു കൂടി അത് നിർവഹിച്ചു ഞങ്ങൾ എന്ന് പറയുന്നതിന് പകരം ചർച്ച നടത്തി കബളിപ്പിക്കാനുള്ള തുടർ പ്രവർത്തനം സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ്. ഒരു വർഷം ഈ ജില്ലയ്ക്ക് ലഭിക്കുന്നത് എറൗണ്ട് 6 കോടിയിൽ പരം രൂപ മാത്രമാണ്. ശമ്പളം കൊടുക്കാനും ഇവിടെയുള്ള വനപരിപാലനത്തിനും ഇവിടെയുള്ള പ്രതിരോധ നടപടികൾക്കും കോമ്പൻസേഷനും എല്ലാം കൂടെ ഇതിന്റെ 10-1 തുക ഇതുണ്ടോ? 10-1 തുക ഇതുണ്ടോ? അപ്പോ സർക്കാരിന്റെ ഏറ്റവും വലിയ അവഗണന, ഏറ്റവും വലിയ പ്രയാസം വയനാട് ജില്ലയെ അവഗണിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ മീറ്റിംഗിൽ മന്ത്രിമാരുടെ വിശദീകരണം കേട്ടു. അതിനുശേഷം ഞാനും ICയും എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഈ മന്ത്രിയെ ഇരുത്തി ഇനി വയനാടിന്റെ ജനതയുടെ കാര്യം ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഇല്ല എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് നിലപാട് മുന്നോട്ട് പോകും. വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വന്ന് ഇവിടെയുള്ള മെഡിക്കൽ കോളേജിന്റെ പ്രശ്നവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ ചികിത്സയുടെ ചെലവ് വഹിക്കാനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും ജനങ്ങൾക്ക് ജീവിക്കണം, വയനാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം. ആ ജീവിക്കാൻ ഇന്ന് പ്രയാസകരമായ സാഹചര്യമാണ്. ജനം ഈയാമ്പാറ്റകളെ പോലെ വന്യമൃഗത്തിന് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദി ഫസ്റ്റ് അക്യൂസ്ഡ് കേരളത്തിലെ സർക്കാരാണ്. പോളിന്റെ മരണം, തോമസിന്റെ മരണം ചികിത്സ കിട്ടാതെയാണ്. ഒന്നാമത്തെ പ്രതി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് അതിന്റെ നാഥനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരണം. തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയുടെ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളത് കൂടെ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നടപടികൾ അടിയന്തരമായി തിരുത്തണം. സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടെ വരണം. ഈ മന്ത്രിയെ അടിയന്തരമായി ജില്ലയുടെ ചുമതലയിൽ നിന്നും വനം മന്ത്രി ചുമതലയിൽ നിന്നും മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലുള്ള സമയത്ത് അതൊന്നും കാണാതെ മുന്നോട്ട് പോകുന്ന ഈ നടപടി അത്യന്തം ഗൗരവതരമാണ്. അതിന്റെ ജനവികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാടിന്റെ പൊതുവായ ഒരു വിഷയമാണ്. മന്ത്രിതല സംഘം നേരിട്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരൊരു ഘട്ടത്തിൽ ഈ പൊതുവിഷയം അഡ്രസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പല ആവശ്യങ്ങളും പറയുകയും മുഖ്യമന്ത്രി ഞങ്ങൾ ഉള്ളിൽ ഏതൊക്കെ പറഞ്ഞില്ല എന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങൾ പറയട്ടെ നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് മറുപടി പറയട്ടെ. ഞങ്ങൾ ഏതൊക്കെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ. 1, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ അക്കമിട്ട് നിരത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. 2, ഈ മന്ത്രി നേരത്തെ വിളിച്ച എല്ലാ മീറ്റിംഗിലും പ്രിയപ്പെട്ട IC ബാലകൃഷ്ണൻ ഞാനും പങ്കെടുത്തല്ലോ. ഞങ്ങൾ ആരെങ്കിലും ബഹിഷ്കരിച്ചോ? എവിടെയെങ്കിലും ബഹിഷ്കരിച്ചോ? ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ സെന്റിമെന്റ്സ് മുഴുവൻ ഞങ്ങൾ ഷെയർ ചെയ്തല്ലോ. ഞങ്ങൾ പദ്ധതികൾ വേണം, പരിപാടികൾ വേണം. ജനങ്ങളെ, കൃഷിയിടത്തെ സംരക്ഷിക്കണം, അവരുടെ സ്വത്തിനെ സംരക്ഷിക്കണം, വനത്തിനകത്ത് ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കണം. എല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ. മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം, അതിന്റെ ഇംപ്ലിമെന്റേഷൻ വേണം. എല്ലാം ഞങ്ങൾ പറഞ്ഞാണല്ലോ. നടന്നില്ലല്ലോ. എന്താ നടന്നത്? പറയണം, എന്താ നടന്നത്? തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല. ബധിരമൂക കർണങ്ങളിൽ ഞങ്ങൾ പറയുമ്പോൾ പ്രതിഷേധം ആളിക്കത്തും, സ്വാഭാവികമാണ്. ആ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഇതിന്റെ അകത്ത് ഇത്ര ഗൗരവമുള്ളൊരു യോഗം എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, വനവകുപ്പ് മന്ത്രി ഇവിടെ വന്നു.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവിടെയുണ്ട്, റവന്യൂ വകുപ്പ് ഇവിടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇവിടെ എന്തേ PCC ലെവലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വരാത്തത്? എന്തേ കൊണ്ടുവരാത്തത്? എന്തേ 4 യോഗങ്ങൾ ചേർന്ന മാസ്റ്റർ പ്ലാൻ എവിടെ? എന്തേ ബഡ്ജറ്റിൽ പണം വകയിരുത്താത്തത്? എന്തേ വയനാട് ജില്ലയുടെ മാസ്റ്റർ പ്ലാൻ എവിടെ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് മന്ത്രിമാർ ചോദിച്ചല്ലോ ചോദ്യം, ഇവിടെ വന്നിട്ട് മന്ത്രിമാര് ഞങ്ങളല്ല ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്, മന്ത്രിമാരാണ്, ഇവിടുത്തെ വകുപ്പാണ്, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ജില്ലയിൽ ഫോറസ്റ്റിന്റെ സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിക്കുന്നവർ എവിടെയാണ്? മന്ത്രി ഒരു 1.5 വർഷം മുന്നേ പ്രഖ്യാപിച്ച എക്സ്ട്രാ RRT എവിടെയാണ്? നിങ്ങൾക്കറിയോ ഈ ജില്ലയിൽ 12-4 ഗണ്ണ്, ആകെ 4, 5, 6 ഗണ്ണാ ഉള്ളത്. വാഹനം എവിടെ? ഇന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ കടുവിറങ്ങിയെടുത്തും ആനയിറങ്ങിയെടുത്തുണ്ടല്ലോ. എന്തേ മറ്റു ജില്ലകളിൽ നിന്ന് ഇത്ര വിഷയാർത്ഥമുള്ള ഈ ജില്ലയിൽ എന്തുകൊണ്ട് സ്പോർട്സിനെ വിനയിപ്പിച്ചിട്ടില്ല? ആരാണ് ഇതിന് ഉത്തരവാദി? MLA കഴിയോ? ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തേ ഗവൺമെന്റ് അത് ഇടപെടാത്തത്? എന്തേ മന്ത്രി ഇടപെടാത്തത്? അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം. അല്ലാതെ മന്ത്രിമാരെ ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല. ജനങ്ങളോട് അഭിമുഖീകരിക്കേണ്ടത് ഞങ്ങളാ. പോളിന്റെ വിഷയത്തിലും അജീഷിന്റെ വിഷയത്തിലും ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം കുറച്ച് കാണുകയാണ് ഈ മന്ത്രിമാര്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾ അക്കമിട്ട് നിർത്തിയല്ലോ. ഇപ്പോഴല്ല, ഞങ്ങൾ കുറെ കാലങ്ങളായി പറയുന്ന വിഷയങ്ങൾ കടലാസിലല്ലാതെ എവിടെയാണ് നടപ്പായിട്ടുള്ളത്? എവിടെയാണ് നടപ്പാകാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പദ്ധതി കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, വടക്കനാട് സമരം നിങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചതാണല്ലോ. അന്ന് 6,37,00,000 രൂപ അനുവദിച്ചു. 6,37,00,000 രൂപ. എന്തേ വടക്കനാട് മേഖല അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തത്? എന്താ നിങ്ങൾ അതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ ചോദിക്കണം. അന്നത്തെ സമരത്തെ ഗൗരവമായി മന്ത്രിസഭ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് നിങ്ങളൊക്കെ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളൊക്കെ ഇടപെട്ടതിന്റെ ഫലമായിട്ട് 6,37,00,000 രൂപ അനുവദിച്ചിട്ട് എവിടെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്? വടക്കനാട് ഗ്രാമത്തിലെ ജനങ്ങളെ അവഗണിച്ചില്ലേ? പുൽപ്പള്ളിക്കാരെ അവഗണിച്ചില്ലേ? ഒരു കടുവിറങ്ങിയിട്ട് ഇന്ന് 15 ദിവസമായി. എന്തേ കടുവയെ നീക്കം ചെയ്യാത്തത്? ഇതൊക്കെ വീഴ്ചയല്ലേ? ഇത് ജനപ്രതികളായ പ്രതിപക്ഷ MLA-മാരാണോ ചെയ്യേണ്ടത്? പ്രതിപക്ഷ MLA-മാർ പറയുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം തള്ളിക്കളയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. എന്തേ ഗൗരവത്തിലെടുക്കാത്തത്? മാനവം ഈ ജില്ലയുടെ ചാർജ് ഒരിക്കലും മാറിയില്ല. ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇന്നലെയൊക്കെ ഞങ്ങൾ ഈ പ്രദേശത്ത് എത്തിയത്. കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. പറയട്ടെ, ഒരു മിനിറ്റ്. ദേശാമാനിയും കൈരളിയും തുറച്ചേരും എല്ലാവരും കൂടി ഒന്നിച്ചു ചോദിക്കുന്നു. പിന്നെ ഒരു സംശയമില്ല, ചോദിക്കും. ഒരു സംശയമില്ല. ചോദ്യത്തിന് മറുപടി പറയുന്നതിന് ഇടയ്ക്ക് ചോദിക്കരുതെന്ന് പറഞ്ഞത്. ഞങ്ങൾ മറുപടി പറയും. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് സർക്കാരിന് വെള്ളം പൂഴ്ച നിങ്ങള് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിനോട് വേറെ ചോദ്യം ചോദിക്കാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് ഈ നാട്ടിലെ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. അവഗണിക്കുന്ന സർക്കാരിനെതിരെ അണിനിരത്തി ആ പ്രക്ഷോഭം മുഖ്യമന്ത്രിയെ കൊണ്ടും ഗവൺമെന്റിനെ കൊണ്ടും തീരുമാനങ്ങൾ ഞങ്ങൾ എടുപ്പിക്കും. ചർച്ചയല്ല വേണ്ടത്, തീരുമാനമായി. നിങ്ങൾ അറിയോ, കേരള അസംബ്ലിയിൽ MLA-മാർ ടി സിദ്ദിഖും IC ബാലകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് അറിയിച്ച ശേഷം ആ യോഗം ബഹിഷ്കരിക്കുകയാണ്. വനമന്ത്രിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാകില്ല. നേരത്തെയും നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും നിരവധി തീരുമാനങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും വന്യജീവി ശല്യം തടയാനൊരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്ന ഗൗരവതരമായ ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് വരണം എന്നും ആവശ്യപ്പെടുന്നു. കമൽ വിവരങ്ങൾ അയച്ചിട്ടുണ്ട്. കമൽ, ഈ യോഗത്തിൽ പ്രതിപക്ഷ MLA-മാർ പങ്കെടുത്തു. അവരിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടൽ സാഹചര്യത്തിലേക്ക് കൂടി പോവുകയാണ് ഈ വയനാട്ടിലെ വന്യജീവി ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിഷയം. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ എന്താണ്? മന്ത്രിമാരുടെ ഈ യോഗത്തിന് ശേഷമുള്ള പരിപാടികൾ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഗുണകരമായ ഉറപ്പും തീരുമാനങ്ങളും ഉണ്ടാകുമോ യോഗത്തിൽ?
രതീഷ്, യോഗം തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ UDF MLA-മാരും UDF പ്രതിനിധികളും ഇറങ്ങി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും യോഗത്തിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഈ MLA-മാർ പറഞ്ഞ വിവരങ്ങളെ നമുക്ക് അറിയുകയുള്ളൂ. മറ്റൊന്ന്, ഈ മന്ത്രിമാർ 3 മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഈ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കുമെന്ന് പറയുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം PRDO ഔദ്യോഗികമായി തന്നിട്ടില്ല. ഏതൊക്കെ വീടുകളിൽ എല്ലാ മന്ത്രിമാരും എല്ലാ വീടുകളിലും പോകുമോ, അല്ലെങ്കിൽ 3 മന്ത്രിമാർ 3 വീടുകളിൽ പോകുമോ എന്നുള്ള വിവരമൊന്നും ലഭ്യമല്ല. എന്തായാലും ഇന്നലെ രാത്രി തന്നെ വനം മന്ത്രി വയനാട്ടിലെത്തിയിരുന്നു. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് അദ്ദേഹം ഇന്നലെ രാത്രിയോടെ വയനാട്ടിൽ എത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ ബത്തേരി ഫോറസ്റ്റ് IB ആയ ഗജയിൽ ഈ മന്ത്രിമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു അനൌദ്യോഗിക യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഈ സർവകക്ഷി യോഗത്തിന് ബത്തേരി നഗരസഭാ ഹാളിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ് ഈ UDF MLA-മാർ ഈ യോഗത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് ഇറങ്ങി വന്നിരിക്കുന്നത്. എന്തായാലും ഈ യോഗം UDF ബഹിഷ്കരിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ടി സിദ്ദിഖ് MLA ഒക്കെ നിയമസഭയിൽ അടക്കം വനമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയതാണ്. വനമന്ത്രിയുമായി സഹകരിച്ച് പോകില്ല എന്ന് MLA-മാർ അറിയിച്ചതാണ്. എന്തായാലും അവരിന്ന് യോഗത്തിൽ പങ്കെടുത്തു, നിലപാട് അറിയിച്ച് ഇറങ്ങിപ്പോകുന്നു. നേരത്തെ തന്നെ മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ. അവരെ പോലീസ് നീക്കിയതാണ്. ഇപ്പോഴെന്തായാലും നഗരസഭാ ഹാളിൽ UDF ഇല്ലാതെ യോഗം പുരോഗമിക്കുകയാണ്. ശരി, കമലാണ് ആ വിവരങ്ങൾ നൽകി.